ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്ട്രോബെറി ബനാന ഷേക്ക്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ഷേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. സ്ട്രോബെറി, ബനാന, അതുപോലെ തന്നെ മിൽക്ക്. സ്ട്രോബെറി ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് അതിൻ്റെ തൊലി മാറ്റി വെച്ചതാണ്. പിന്നെ നമുക്ക് 2 ബനാന എടുത്തിട്ടുള്ളത്. ഇത് റോബസ്റ്റ് പഴമാണ്. പിന്നെ നമുക്ക് മിൽക്ക് ഞാൻ അളവൊന്നും പറയണില്ല, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്കിത് ഒരു ജ്യൂസറിലിട്ടിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ട്രോബെറിയും ബനാനയും മിൽക്കും ഒരുമിച്ച് അടിച്ചെടുക്കണം. അപ്പോൾ ബനാന നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട്, ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബനാനയും 2 ബനാന ഇതേപോലെ പീസാക്കിയിട്ടിടാം. ഇനി നമുക്കിതിൽ പാൽ ആഡ് ചെയ്യാം. പാല് നമ്മളങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല, ഇതിൻ്റെ ഒപ്പത്തിന് നമുക്ക് പാലൊഴിച്ചാൽ മതി. അതായത് നമ്മളെ പഴം സ്ട്രോബെറി എത്ര ഉണ്ടോ അതിൻ്റെ ഒപ്പത്തിനായിട്ട് നമ്മൾ പാലൊഴിച്ചാൽ മതി. പിന്നെ നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യണില്ല, അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പാല് നല്ലതാണ്, കട്ടിയുള്ള പാലാണെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടി വെച്ചാൽ നമുക്ക് അത്ര ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പഴം അടിഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കോ ഇതുപോലത്തെ ജാറിലേക്കോ ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ചെയ്യാം, ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോസിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ സ്ട്രോബെറി ബനാന ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് കാണാം.